നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ക്യാൻസർ രോഗനിർണയത്തെ സഹായിക്കുന്ന പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി സ്കാൻ അഥവാ പെറ്റ് സ്കാൻ, ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് എസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ജി റിജു. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് ഈ പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി അഥവാ പെറ്റ് സ്കാൻ? പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് പെറ്റ് സ്കാൻ എന്ന് പറയുന്നത്. പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെഡിസിൻ എന്ന മെഡിക്കൽ ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിലെ നൂതനമായ ഒരു രോഗനിർണയ ഉപാധിയാണ് പെറ്റ് സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായി നമ്മൾ രോഗനിർണയത്തിനായി പലവിധത്തിലുള്ള ടെസ്റ്റുകളെ അവലംബിക്കാറുണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട് അൾട്രാസൗണ്ട് സ്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ CT സ്കാൻ, MRI സ്കാൻ, ആൻജിയോഗ്രാം, പലതരത്തിലുള്ള ടെസ്റ്റുകൾ, പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ, ഇങ്ങനെ പല ടെസ്റ്റുകളുണ്ട് നമ്മൾക്കൊരു രോഗാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട്. ന്യൂക്ലിയർ മെഡിസിനിൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവർത്തനത്തിൻ്റെ, ഒരു ശരീരത്തിൻ്റെ ഒരു ഓർഗൻ അല്ലെങ്കിൽ ഒരു ഓർഗൻ സിസ്റ്റം, അതായത് നമ്മൾ അവയവത്തിൻ്റെ അവയവ വ്യവസ്ഥയുടെയോ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾക്ക് റേഡിയോളജിക്കൽ ടെസ്റ്റുകളുണ്ട്, ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ റേഡിയോളജിക്കൽ ടെസ്റ്റുകളെയാണ് നമ്മൾ ഇമേജിംഗ് ടെസ്റ്റുകൾ എന്ന് പൊതുവേ പറയുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ ലഭ്യമാകുന്നത് നമ്മൾക്കൊരു അവയവത്തിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടനയെക്കുറിച്ചായിട്ടാണ്. അതിന് നമ്മൾ അനാറ്റമി എന്ന മെഡിക്കൽ ടേംസിൽ പറയും. ന്യൂക്ലിയർ മെഡിസിൻ ടെസ്റ്റുകളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പ്രവർത്തനത്തെ പറ്റിയാണ്, അതായത് ഫങ്ഷനെ പറ്റിയാണ്. ഇൻ മെഡിക്കൽ ടേംസിൽ അതിനെ ഫിസിയോളജി എന്ന് പറയും. അപ്പോൾ നമ്മൾ സാധാരണ കൺവെൻഷനലായിട്ട് നമ്മൾക്ക് ഒരു രോഗാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഘടനയെക്കുറിച്ചാണ് പഠിക്കുന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ ടെസ്റ്റുകളിലൂടെ അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ഫങ്ഷനെ കുറിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുവാനായി ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി എന്ന് പറയുന്ന വളരെ ചെറിയ അളവിലുള്ള റേഡിയോ ഐസോട്ടോപ്പ് മൂലകങ്ങൾ ചില പദാർത്ഥങ്ങളുമായിട്ട്, ശരീരത്തിൽ തന്നെയുള്ള ചില പദാർത്ഥങ്ങളുമായിട്ട് ലേബൽ ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നുണ്ടാകുന്ന വികിരണങ്ങൾ നമ്മൾ ചിത്രങ്ങളായി ആലേഖനം ചെയ്ത് അവയെ പഠിക്കുകയാണ് നമ്മൾ സാധാരണയായി ചെയ്തത്. അതിനാണ് പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി എന്ന് പറയുന്നത്. അത് ന്യൂക്ലിയർ മെഡിസിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. ന്യൂക്ലിയർ മെഡിസിനിൽ നിന്നും പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫിയിലുള്ള ചെറിയ വ്യത്യാസം, സാധാരണ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന റേഡിയോ മൂലകങ്ങൾ പോസിട്രോൺ എന്ന് പറയുന്ന വികിരണം പുറത്തേക്ക് വിടുന്ന ഒരു ഐസോട്ടോപ്പുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായി നമ്മൾക്ക് ഒരു ശരീരത്തിൻ്റെ ഒരു അസുഖത്തെക്കുറിച്ച് നമ്മളൊരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണല്ലോ ഏത് ടെസ്റ്റിനും, ഏതൊരു നമ്മളൊരു വൈദ്യപരിശോധനയുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ക്ലിനിക്കൽ എക്സാമിനേഷനാണ്. അപ്പോൾ ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ നമുക്ക് ചില തരത്തിലുള്ള അസുഖങ്ങളെക്കുറിച്ച്, പ്രത്യേകം ക്യാൻസർ പോലുള്ള ചില അസുഖങ്ങളുടെ ചില സൂചനകൾ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ടെസ്റ്റുകളിൽ നിന്നും നമ്മൾ അൾട്രാസൗണ്ട്, CT സ്കാൻ അങ്ങനെയുള്ള സാധാരണ നടക്കുന്ന രോഗനിർണയത്തിനുള്ള ടെസ്റ്റുകളിൽ നിന്നോ, അല്ലെങ്കിൽ ചില ബ്ലഡ് ടെസ്റ്റുകളിൽ നിന്നും നമ്മൾക്ക് ഇങ്ങനൊരു ക്യാൻസറിനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ള, ഇല്ലെങ്കിൽ അതിനൊക്കെയുള്ള സ്ട്രോങ് സസ്പീഷൻ, അതിനെക്കുറിച്ചുള്ള നമുക്കൊരു കഠിനമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു ക്ലിനിക്കൽ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് നമുക്ക് ഡോക്ടർക്ക് ബോധ്യമായാൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി എന്നുള്ള ടെസ്റ്റ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഡോക്ടർ, നമുക്ക് എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ? അതായത് പുറത്ത് നമ്മൾ അറിയുന്നില്ല, പിന്നെ കുറെ സ്റ്റേജ് 2-3 ആഴ്ച അറിയുന്നത്. അപ്പൊ അതിന് മുമ്പേ ലക്ഷണങ്ങൾ എന്താണെന്നുള്ള മുൻകൂട്ടി അറിയാൻ പറ്റുമെന്നല്ല. ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെന്ന് പൊതുവേ നമ്മൾക്ക് ഒരു 1-2 കാര്യങ്ങളായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. സാധാരണയായി നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ പ്രത്യക്ഷപ്പെടുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഓർഗനിലാണ്. അതിൽ കൂടുതലായി ക്യാൻസർ നമ്മൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ സാധാരണയായിട്ട് പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസർ കാണുന്നത് നമ്മൾ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്നുണ്ടെങ്കിൽ വായിലുള്ള ക്യാൻസറാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പുരുഷന്മാർക്കുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്നുള്ള ക്യാൻസറുകൾ പുരുഷന്മാർ വളരെയധികം കാണുന്നതാണ്. പിന്നീട് സ്മോക്കിംഗ് വളരെ അധികമായിട്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ അതിന് വളരെ പ്രസക്തിയുണ്ട്. അത് വളരെ കൂടുതലായിട്ട് ലങ് ക്യാൻസർ. സ്ത്രീകൾക്കാണെന്നെങ്കിൽ സ്തനത്തിൽ നിന്നുണ്ടാകുന്ന ക്യാൻസർ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെൽവിക് ഓർഗൻസ് എന്ന് പറയും, അതായത് യൂട്രസ് അല്ലെങ്കിൽ അണ്ഡാശയം, ഗർഭാശയം, അങ്ങനെ അതിൽ തുടങ്ങുന്ന ക്യാൻസറുകൾ. പിന്നെ ലങ് ക്യാൻസർ തന്നെ പുകവലിക്കാത്ത സ്ത്രീകളിൽ ഇപ്പോൾ അധികമായി കണ്ടുവരുന്നുള്ളത് ഒരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അതൊരു ദുഃഖകരമായിട്ടുള്ള സത്യവുമാണ്. അപ്പോൾ ഈ ക്യാൻസറുകൾക്കെല്ലാം സാധാരണയായി അതാത് ഓർഗൻ
ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ നമ്മൾ കാണുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾക്കൊരു അസ്വാഭാവികമായിട്ടുള്ള ചില തരത്തിലുള്ള മുഴകൾ പ്രത്യക്ഷപ്പെടുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് രക്തം നമ്മൾക്ക് പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ചില കഫത്തിലൂടെ രക്തം വരിക, വായിൽ വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടുക, അല്ലെങ്കിൽ മൂത്രത്തിൽ കൂടെ രക്തത്തിൻ്റെ അംശമുണ്ടെന്നുള്ള രീതിയിൽ തോന്നുക, മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യതിയാനം വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ നമ്മൾ ധൃതി പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാൻസർ ഉണ്ടെന്ന് നിഗമനത്തിൽ എത്തിക്കേണ്ട ആവശ്യങ്ങളില്ല. എങ്കിലും ഇത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ ടെസ്റ്റുകൾക്ക് വിധേയമായി ഒരു പക്ഷേ ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വയറ്റിലുള്ള ക്യാൻസർ എങ്ങനെ സാർ? വയറ്റിലുള്ള ചില ആൾ വരുന്നുണ്ടല്ലോ, പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ അറിയാൻ പറ്റുന്നുള്ളൂ. പലതരത്തിലുള്ള ക്യാൻസറുകളുണ്ട്. അത് നമ്മൾക്ക് വയറ്റിലുള്ള ക്യാൻസറുകൾക്ക് വളരെ നേരത്തെ അറിയാൻ ഒരു പക്ഷേ നമ്മൾക്ക് അങ്ങനെ പെട്ടെന്ന് കഴിയണമെന്നില്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. അതിന് സാധാരണയായിട്ട് പെയിനോ അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് മുഴകളായിട്ടൊന്നും കാണണമെന്നില്ല. അതിൽ സ്വാഭാവികമായിട്ടുള്ള ദഹന പ്രക്രിയയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെമ്പോഴത്തേക്ക് നമ്മൾ വയറ്റിലൊരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള പല അസുഖങ്ങളും ആകാം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ മറ്റ് സ്കാനുകൾ, CT സ്കാൻ, MRI സ്കാനുകളിൽ നിന്നും എന്താണ് പെറ്റ് സ്കാനുള്ള വ്യത്യാസം? ഓക്കെ, നമ്മൾ സാധാരണയായി ഒരു കൺവെൻഷനലായിട്ട് നമ്മൾ പറഞ്ഞു വരുന്ന ടെസ്റ്റുകൾ CT സ്കാൻ, MRI സ്കാനാണ് പല രോഗാവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട്. ഇവയിലെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ന്യൂക്ലിയർ മെഡിസിനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഘടനയെ പറ്റിയാണ്. പോസ്റ്റ്മോർട്ടം എമിഷൻ ടോമോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾക്ക് അതിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കപ്പെടുന്ന റേഡിയോ ഐസോട്ടോപ്പ് അല്ലെങ്കിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയും. അതായത് ഒരു ഐസോട്ടോപ്പിനെ നമ്മളൊരു ഫാർമസ്യൂട്ടിക്കൽ ഒരു കെമിക്കൽ മോളിക്യൂളുമായിട്ട് കൂട്ടിയോജിപ്പിച്ചതിന് ശേഷം ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിന് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ പഠിക്കുകയാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം എമിഷൻ ടോമോഗ്രാഫിലൂടെ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ചുരുക്കമായി പറയാവുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളുടെയും ഇന്ധനം എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ്. ആ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അത് സെല്ലുകളിൽ, കോശങ്ങളിൽ എത്തിയതിന് ശേഷം അത് വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവുമായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സാധാരണ ഒരു സെല്ലിൽ നടക്കുന്ന സ്വാഭാവിക പ്രക്രിയ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഗ്ലൂക്കോസ് വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായി മാറിയാണ് അവസാനം നമുക്ക് സംഭവിക്കുന്നത്. അതേസമയം ഈ ഗ്ലൂക്കോസിന് പകരം ഡിയോക്സി ഗ്ലൂക്കോസ് ആണ് ചില തരത്തിലുള്ള സെല്ലുകൾക്ക് പഥ്യം. അപ്പം അതിന് പ്രധാനമായിട്ടും അത്തരത്തിലുള്ള സെല്ലുകൾ എന്ന് പറയുന്നത് ക്യാൻസർ സെല്ലുകളാണ്. ക്യാൻസർ സെല്ലുകൾക്ക് ഓക്സിജൻ സാധാരണ ഗ്ലൂക്കോസിനേക്കാളും ഡിയോക്സി ഗ്ലൂക്കോസിനോട് ഒരു കൂടുതൽ താല്പര്യമുണ്ട്. അപ്പോൾ ആ ഡിയോക്സി ഗ്ലൂക്കോസ് ആ സെല്ലുകളിൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട്, അതിൽ കൂടുതൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിയോക്സി ഗ്ലൂക്കോസ് ക്യാൻസർ സെല്ലിൽ ചെന്നതിന് ശേഷം അത് വിഘടിക്കുന്നില്ല. സാധാരണ ഗ്ലൂക്കോസ് തന്മാത്രകളെ പോലെ അത് വിഘടിക്കുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഈ ഡിയോക്സി ഗ്ലൂക്കോസ് എന്ന് പറയുന്ന മോളിക്യൂളിനോട്, അതിൻ്റെ തന്മാത്രയോടുകൂടി ഒരു റേഡിയോ ആക്റ്റീവ് മൂലകം, അതായത് ഫ്ലൂറിൻ 18 എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം കൂട്ടിയോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിയോക്സി ഗ്ലൂക്കോസ് കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ക്യാൻസർ സെല്ലിൽ നിന്നും ഈ ഫ്ലൂറിൽ നിന്ന് കിട്ടുന്ന പോസിട്രോൺ വികിരണങ്ങൾ നമ്മൾ ചിത്രങ്ങളായിട്ട് ക്യാപ്ചർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ ക്യാൻസർ എവിടെയാണ് ഉള്ളതെന്നുള്ളതും എവിടെയാണ് ക്യാൻസർ ബാധിച്ചിട്ടുള്ള നമ്മൾ സംശയകരമായിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ ക്യാൻസർ സംശയിക്കുന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ ഇത് കൂടുതലായിട്ട് ഈ ഡിയോക്സി ഗ്ലൂക്കോസ് ചെല്ലുന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് കൂടുതൽ അതിനൊരു ധാരണ ലഭ്യമാവുകയാണ്. അതുമാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിൽ ക്യാൻസർ വ്യാപിച്ചിട്ടുള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞിട്ടും ഇത് ഒരു ശരീരം മൊത്തമുള്ള ഒരു സ്റ്റഡിയാണ്, ഒരു ഓൾ ബോഡി സ്റ്റഡിയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ചിത്രം ആലേഖനം ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കൃത്യമായുള്ള ഒരു ധാരണ നമുക്ക് ലഭിക്കുവാനും സാധിക്കുന്നുണ്ട്. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ പെറ്റ് സ്കാനിൻ്റെ പുതിയ ട്രെൻഡ്സിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? സാധാരണ കൺവെൻഷനലായിട്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം എമിഷൻ ടോമോഗ്രാഫി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 20 വർഷത്തോളം പഴക്കമുള്ളൊരു ടെസ്റ്റാണ്. ക്യാൻസർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടും ക്യാൻസറിൻ്റെ മാനേജ്മെൻറ്റിലും വളരെ ഏറെ നമ്മൾ മുന്നേറി കഴിഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ ശാസ്ത്ര വിഭാഗമാണ് ഈ പോസ്റ്റ്മോർട്ടം എമിഷൻ ടോമോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെയുള്ള പുതിയ ട്രെൻഡുകൾ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ കൺവെൻഷനലായിട്ട് ഉപയോഗിക്കുന്ന പോസ്റ്റ്മോർട്ടം എമിഷൻ ടോമോഗ്രാഫി, ഞാൻ ഈ പറയുന്ന ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ് ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷമുള്ള ഈ പെറ്റ് സ്കാൻ, ചില തരത്തിലുള്ള ചില ക്യാൻസറുകൾക്ക് അതിനൊരു പരിമിതിയുണ്ട്. പ്രധാനമായിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസർ.
പിന്നീട് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ എന്ന് പറയും. നമ്മൾ നാഡീ വ്യവസ്ഥയിലുള്ള ഈ സെല്ലുകൾ തന്മാത്രകളിൽ നിന്നും പുറത്തേക്ക് ഉണ്ടാകുന്ന ചില തരത്തിലുള്ള ട്യൂമറുകളാണ്. അതിൽ നിന്ന് ചില ഹോർമോണുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും അതുമാതിരിയുള്ള ചില തരത്തിലുള്ള ക്യാൻസർ നമ്മൾ സാധാരണയായി നമ്മൾ പെറ്റ് സ്കാനിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചില ക്യാൻസറുകളിൽ നിന്നുള്ള വിവരങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഗാലിയം 68 പെറ്റ് സ്കാൻ എന്ന് പറയുന്ന സ്കാനുകൾ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി നമ്മൾക്ക് ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു പുതിയൊരു ഒരു പാത വെട്ടി തുറന്നിരിക്കുന്നത്. അതൊരു വളരെയേറെ ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു മേഖലയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്യാൻസറുകൾ, പ്രത്യേകിച്ച് ന്യൂറോ എൻഡോക്രൈൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ വരാവുന്ന ഒരു നാഡീവ്യവസ്ഥയുടെ സെല്ലുകൾ നമ്മുടെ ശരീരം എമ്പാടുമുണ്ട്. അവിടുന്ന് ഈ ഹോർമോൺ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ക്യാൻസറുകൾ എന്ന് പറയുന്ന ഒരു ആളുടെ വ്യക്തി ജീവിതത്തെ കംപ്ലീറ്റ് തകിടം മറിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസും ആ തരത്തിലുള്ള ന്യൂറോ എൻഡോക്രൈൻ ട്യൂമറിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ട്യൂമറുകളുടെ സാന്നിധ്യം എവിടെയൊക്കെയാണ് ശരീരത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു സ്റ്റേജ് കൃത്യമായിട്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കുവാനും, അതേമാതിരി പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്യാൻസറാണ്. പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ലോക്കലൈസേഷൻ, അത് എവിടെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഏത് ഭാഗത്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് നമ്മൾ ബയോപ്സി ടെസ്റ്റിലൂടെയാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായി നമ്മൾ വളരെ ബ്ലൈൻഡായിട്ട് 7-8 സ്ഥലങ്ങളിൽ ഒന്നിച്ച് നമ്മൾ സൂചി കുത്തി പരിശോധിക്കുക എന്നുള്ള FNAC ടെസ്റ്റിലൂടെയാണ് ഇത് പരിശോധനകൾ ചെയ്യുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഏത് ഭാഗത്താണ് ട്യൂമർ സാന്നിധ്യം അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ മാത്രം നമ്മൾക്ക് ഈ ഒരു FNAC ടെസ്റ്റിലൂടെ നമ്മൾക്ക് ഈ അസുഖത്തെക്കുറിച്ചുള്ള കൺഫർമേഷൻ നമ്മൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് മറ്റ് സ്ഥലങ്ങളിൽ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ എവിടേക്കാണ് വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ വ്യാപിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടും ഈ ഗാലിയം ലേബിൾഡ് PSMA സ്കാൻ എന്ന് പറയുന്നത് പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് മെംബ്രെയിൻ ആൻറ്റിജൻ എന്ന് പറയുന്ന ഈ പ്രോസ്റ്റേറ്റ് ട്യൂമറിൻ്റെ പുറത്തുള്ള ചില പ്രോട്ടീൻ മോളിക്യൂളുകൾ, പ്രോട്ടീൻ തന്മാത്രകളിലെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം എടുക്കുന്ന സ്കാനാണ് PSMA PET CT എന്ന് പറയുന്നത്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? മാഡം, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്കൊരു സംശയമുണ്ട്. എന്റെ ഹസ്ബൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഇവർക്ക് ഇപ്പൊ ഒരു ഭയങ്കര കഴുത്തുവേദനയായിട്ട് ഞങ്ങൾ പോയിട്ട് ഡോക്ടറെ കാണിക്കുമ്പോഴത്തേക്ക് സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഒരു ഫിസിയോതെറാപ്പി അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുമ്പോഴത്തേക്ക് ഇത് സ്പൈനൽ ബോണിനും ബോത്ത് പെൽവിക്കിനും സ്വല്പം സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഫിസിയോതെറാപ്പി എടുക്കുന്ന അതിലൊരു അൾട്രാസൗണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഒരു പ്രത്യേക സാഹചര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സർവൈക്കൽ സ്പോണ്ടിലോസിസ് എനിക്ക് അതിൽ നിന്ന് വ്യക്തമായില്ല. സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്നുള്ളതിന് വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ സർവൈക്കൽ ബോണിൽ, അതേ കഴുത്തുകളിലെ കശേരുകളിൽ ഈ ക്യാൻസർ സാന്നിധ്യമുണ്ടെന്ന് നമ്മൾ ഏതെങ്കിലും ടെസ്റ്റിലൂടെ, ഇപ്പോൾ അത് CT സ്കാനിലൂടെ അല്ലെങ്കിൽ ബോൺ സ്കാനിലൂടെ അങ്ങനെ ഏതെങ്കിലും ടെസ്റ്റുകളിൽ നിന്ന് ഈ സർവൈക്കൽ സ്പൈനിൽ ക്യാൻസറിൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ള രീതിയിൽ നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി വളരെ സൂക്ഷിച്ച് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ബോണുകൾക്ക് ഫ്രാക്ചർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഫിസിയോതെറാപ്പി കഴുത്തിലെ എല്ലുകൾക്ക് ഡയറക്റ്റായിട്ട് നമ്മൾക്കത് ഒരു ആയാസം പറ്റുന്ന രീതിയിലുള്ള ഫിസിയോതെറാപ്പി വളരെ ശ്രദ്ധയോടുകൂടി വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. പക്ഷേ ആ തരത്തിലുള്ള കഴുത്തുകളിൽ എല്ലുകളിലുള്ള ഈ ക്യാൻസറിൻ്റെ വ്യാപനം ഉണ്ടെങ്കിൽ തന്നെയും അതിലൂടെ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഷോൾഡറിലും അല്ലെങ്കിൽ കൈയുടെ മുട്ടുകളിലുമായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കാലിൻ്റെ മുട്ടുകളിൽ വരെ ആ വേദനയുടെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ ഞരമ്പുകൾക്ക്, ഈ കശേരുകളിൽ കൂടി പോകുന്ന ഞരമ്പുകൾക്ക് ഞെരുക്കം വരുന്നത് മൂലം. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ കയ്യിലോ അല്ലെങ്കിൽ ജോയിൻറ്റുകളിലോ കാലിൻ്റെ മുട്ടിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ഫിസിയോതെറാപ്പി എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് കഴുത്തിലെ എല്ലുകൾ ഈ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി അത് വളരെ ശ്രദ്ധിച്ച് കഴുത്തിലേക്ക് ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് സ്പൈനലിന് വന്നിട്ട് 20% സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഓർക്കിഡക്ടമി എന്ന് പറഞ്ഞ സർജറി ചെയ്ത് കഴിഞ്ഞിപ്പോ 3 months ആയിട്ടുണ്ട്. അപ്പോൾ കഴുത്തിന്റെ എല്ലുകൾക്ക് അത് വ്യാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പ്രശ്നമില്ല. അതിന് ഫിസിയോതെറാപ്പി ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് എന്റെ സംശയം എങ്ങനെയല്ല, എടുത്തു കഴിഞ്ഞാൽ ഈ എല്ല് പൊടിയുവോ അങ്ങനത്തെ എന്തെങ്കിലും വരുമോ എന്ന് സംശയമാണ്. അതിന് സാധാരണയായിട്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള മരുന്നുകൾ തരിക, കാൽഷ്യം സപ്ലിമെന്റ് ചെയ്യുക, അങ്ങനെയുള്ള പല രീതികളും അത് സ്വാഭാവികമായിട്ടും ഡോക്ടർ തന്നിട്ടുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടർ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അഡ്വൈസ് ചെയ്യാൻ സാധ്യതയുമുണ്ട്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്.
ഡോക്ടറിലെ തുടരുന്നു. പെറ്റ് സ്കാനിൽ മറ്റെന്തെങ്കിലും റിസ്കുകളോ അല്ലെങ്കിൽ പാർശ്വഫലങ്ങളോ ഉണ്ടോ? ഇല്ല. നമ്മൾ ഈ പെറ്റ് സ്കാനിൽ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്ന വളരെയേറെ ശക്തി കുറഞ്ഞ ഐസോട്ടോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണയായി ഒരു CT സ്കാൻ എടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ എത്രത്തോളം ഇതിനകത്ത് ഈ ടെസ്റ്റുകളിലൂടെ ഉണ്ടാകുന്ന റേഡിയേഷനെ കുറിച്ചുള്ള ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണ ഒരു പെറ്റ് സ്കാനിൽ ഉണ്ടാകുന്ന റേഡിയേഷൻ എക്സ്പോഷർ എന്ന് പറയുന്ന ഒരു CT സ്കാൻ, നമ്മളൊരു സാധാരണയായി ഒരു CT സ്കാൻ എടുക്കുന്നതിൻ്റെ തുല്യമോ ഒരു പക്ഷേ അതിന് പലപ്പോഴും അതിനേക്കാൾ കുറവുമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ CT സ്കാൻ എടുക്കുന്നതിൻ്റെ ആ ഒരു അത്രത്തോളം റേഡിയേഷൻ ഒരു പക്ഷേ ഈ പെറ്റ് സ്കാനിൻ്റെ ഇവിടെ അനുബന്ധിച്ച് അതിനോട് അല്പം ഒരു CT സ്കാനും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. പെറ്റ് സ്കാനിന് എടുക്കുന്നതിനോടൊപ്പം തന്നെ വളരെ ഒരു ചെറിയ അളവിലുള്ള ഒരു CT സ്കാനും നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം ആ CT സ്കാൻ എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ഘടനയെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഘടനയെക്കുറിച്ചുള്ള ഏകദേശം ഒരു വിവരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു ലോഡോ CT എന്ന് പറയാം, നമ്മൾക്ക് ശക്തി കുറഞ്ഞിട്ടുള്ള ഒരു CTയും അതിനോടൊപ്പം ഈ പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫിയുടെ പെറ്റിൻ്റെ ഇമേജും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സങ്കലനമായിട്ടുള്ള ഒരു ഇമേജാണ് നമ്മൾ പെറ്റ് CT ഇമേജാണ് സാധാരണ പെറ്റ് സ്കാനോടൊപ്പം നമ്മൾ നൽകുന്നത്. അപ്പോൾ അതിലുണ്ടാകുന്ന ഈ രണ്ട് ടെസ്റ്റുകളിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു CT സ്കാനിനോ ഒപ്പമോ ഒരു പക്ഷേ അതിനേക്കാൾ കുറവുമോ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഒരു റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു റിസ്ക് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം പേഷ്യൻറ്റിന് ഈ ഒരു അസുഖത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ള പ്രക്രിയയിൽ ഈ പറയുന്ന വളരെ നേരിയ അളവിലുള്ള റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് നമുക്ക് യാതൊരു തരത്തിലും കണക്കാക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നീട് എന്ന് പറയുന്നത് ഈ ക്യാൻസർ എന്ന് പറയുന്നതിൻ്റെ നമ്മൾ ആദ്യത്തെ നമ്മളൊരു ഡയഗ്നോസിന് ശേഷം ഇതിൻ്റെ വ്യാപനത്തെക്കുറിച്ച് മനസ്സിലാക്കി അതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. ആ ട്രീറ്റ്മെൻറ്റ് പലതരത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ട്. റേഡിയോ തെറാപ്പി ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പറ്റാത്ത സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾട്ടർനേറ്റീവ് പലതരത്തിലുള്ള മെഡിക്കേഷൻസിനും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിന് നമ്മൾ പോയെന്ന് വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ ചിലവുള്ള തരത്തിലുള്ള നിവാരണ മാർഗ്ഗങ്ങളാണ്. അപ്പോൾ അതിൽ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇത്രയും ചിലവേറിയ ഒരു മെഡിസിൻ കൊടുത്ത് ആ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ പലതരത്തിലുള്ള കോഴ്സുകളായി മാസങ്ങളോളം നീണ്ടുപോകുന്നതാണ്. ആ ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞിട്ട് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് പെറ്റ് സ്കാനിലൂടെ നമുക്ക് ആദ്യം എടുത്ത ഒരു ബേസ് ലൈൻ സ്റ്റഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റിനെ ഇടയ്ക്ക് വെച്ച് എടുക്കുന്ന ഒരു സ്കാനിലൂടെ എത്രമാത്രം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും. അതിലൂടെ ഈ ട്രീറ്റ്മെൻറ്റ്, ഈ വില കൂടിയിട്ടുള്ള ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ഫലം എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുക. അത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ മെഡിസിൻസ് മാറ്റുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിലോട്ട് മാറിപ്പോവുകയോ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നീട് ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ ചിലപ്പോൾ അത് മാസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമോ പേഷ്യൻ്റ് ഒരുപക്ഷെ ചില തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകളിലൂടെ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ടെസ്റ്റുകളോ അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സാമിനേഷനിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ക്യാൻസർ വീണ്ടും പുനരാരംഭിക്കുന്നു എന്നുള്ള ഒരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സസ്പെക്റ്റഡ് റിക്കറൻസിൽ വീണ്ടും പെറ്റ് സ്കാനിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള റിക്കറൻസിനെ കുറിച്ചുള്ള ഒരു കൺഫർമേഷനും ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ളതിനെ കുറിച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാക്കുവാനേ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല സ്റ്റേജുകളിലും പെറ്റ് സ്കാനിൻ്റെ റോൾ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ പെറ്റ് സ്കാനിന് മുൻപ് എന്തെങ്കിലും പ്രിപ്പറേഷൻസിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ പെറ്റ് സ്കാൻ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഉപയോഗിക്കുന്ന FDG പെറ്റ് സ്കാൻ എന്ന് പറയുന്നതിൽ നമുക്ക് ഈ ഒരു പേഷ്യൻറ്റിന് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഡയബറ്റിക് ആണെങ്കിൽ, അതായത് ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ കൂടുതലായിരിക്കുന്നത്, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായിട്ടുള്ള അസുഖമുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഷുഗർ ലെവൽ കുറഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസ് തന്നെയാണ്, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഗ്ലൂക്കോസ് തന്നെയാണ് പേഷ്യൻ്റ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറഞ്ഞിരുന്നാൽ മാത്രമേ ഈ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഗ്ലൂക്കോസ് വേണ്ട അളവിൽ ഈ പറയുന്ന ക്യാൻസർ കോശങ്ങളിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. അപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ ഒരു 150 എന്നുള്ള ലെവലിലെങ്കിലും താഴ്ന്നിരിക്കേണ്ടതാണ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്. അപ്പോൾ അതൊരു ഫണ്ടമെന്റൽ റിക്വയർമെന്റ് ആണ് സാധാരണ FDG പെറ്റ് സ്കാനിനെ സംബന്ധിച്ചോളം. ഞാൻ നേരത്തെ പറഞ്ഞ ഗാലിയം പ്രോസ്റ്റേറ്റ് സ്കാനോ അല്ലെങ്കിൽ ന്യൂറോൻഡക്രൈൻ ട്യൂമറുകൾക്ക് ഉപയോഗിക്കപ്പെടുന്ന ഗാലിയം ഡോട്ട എന്ന് പറയുന്ന സ്കാനുകൾക്കൊന്നും അത് പ്രസക്തമല്ല. പക്ഷേ സാധാരണയായിട്ട് മറ്റ് ക്യാൻസറുകൾക്ക് ഉപയോഗിക്കുന്ന FDG പെറ്റ് സ്കാനിനെ സംബന്ധിച്ചോളം ഗ്ലൂക്കോസ് ലെവൽ നമ്മൾ നോർമൽ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അത് തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ലെവലിലാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഇമേജ് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നീടെന്ന് പറഞ്ഞാൽ ഗർഭിണികൾക്ക് ഈ ടെസ്റ്റ് സ്വാഭാവികമായിട്ടും ഏത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള റേഡിയേഷൻ ഇൻവോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ടെസ്റ്റുകൾ എല്ലാം തന്നെ ഗർഭിണികൾക്ക് നമ്മൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഗർഭിണികൾക്ക് ഇതിൽ നിന്ന് മാറ്റി നിർത്തേണ്ട. ബാക്കി കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ബാക്കി ഏത് തരത്തിലുള്ള പോപ്പുലേഷൻ വേണമെന്നുണ്ടെങ്കിലും ഈ ടെസ്റ്റുകൾ ഫലപ്രദമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടറിൻ്റെ സമയോടെ പൂർണ്ണമായി ക്യാൻസർ രോഗനിർണയത്തിൽ പെറ്റ് സ്കാനിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി.